ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ ഏക കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശനാണ്. പട്ടിക കംപ്ലീറ്റ് വന്നത് പക്ഷേ 4 ദിവസം കഴിഞ്ഞ്. നാട്ടുകാർക്കെല്ലാം അറിയുന്ന ഈ സത്യം ഉൾക്കൊള്ളാൻ സതീശേട്ടന് ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല. ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകിയെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഒരു തർക്കവും. എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം താമസിക്കുന്നു എന്ന ഒരു ചോദ്യം പലപ്പോഴായി കേൾക്കുവാൻ ഇടയായി. ആദ്യത്തെ 24 മണിക്കൂർ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 24 മണിക്കൂറിൽ ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുഖമില്ലാതായി, ടോയ്ലറ്റ് പോയെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് എടുത്തത് എത്ര സമയമാണ്? 48 മണിക്കൂറാണ് എടുത്തത്. ആ 48 മണിക്കൂറിനകം ചരിത്രത്തിലില്ലാതെ സാധാരണ നേതാക്കന്മാർ എത്ര ദിവസമാണ് ഡൽഹിയിൽ പോയി ഇരിക്കാറുള്ളത്? എത്ര ദിവസമാണ് ക്യാമ്പ് ചെയ്യാറുള്ളത്? ഇവിടെ 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ നിർവഹിച്ച് പൂർത്തിയാക്കി. ഡൽഹി ചർച്ചയിൽ സമയം കുറേ പോയില്ലേ? പ്രചാരണത്തിന് അത്രയും സമയം കുറഞ്ഞില്ലേ? ഏത് സമയം? ഇനി സമയം എല്ലാവർക്കും അത്ര സമയമുള്ളൂ. എല്ലാവർക്കും CPM-ൻ്റെ തിരുവനന്തപുരം സെൻറ്ററിലെ CPM LDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാ? എനക്കറിയില്ല. അല്ല, ആരാ സ്ഥാനാർത്ഥി? അല്ല, ആരാ? അറിയില്ലാന്ന് അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചാണ്, പറഞ്ഞതാണ്. അതൊക്കെ ഒന്ന് വാർത്ത ഇടുന്നതല്ലായിരിക്കും. അവരാരും പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് നടന്നിട്ടുമില്ല. പിന്നെ BJP-യുടെ അല്ല അറിയില്ല. ഞാൻ ചോദിച്ചാണ്, പറഞ്ഞതാണ്. BJP-യുടെ NDA-യുടെ എല്ലാ ഇല്ല. അവരാരും പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ടും ഇല്ല. ഇങ്ങോട്ടാണ് ഫോക്കസ് കൂടുതൽ. അത് പിന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്താലല്ലേ എന്തെങ്കിലും കിട്ടൂ. ചിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? കൊച്ചിയിലെ കാര്യത്തിൽ KC വേണുഗോപാലും V.D. സതീശനും തമ്മിൽ ഭയങ്കര വഴക്ക്. സതീശൻ ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് KC-ആണ് പറഞ്ഞേടാ, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും പറഞ്ഞ ഒരു വാർത്ത ഞാൻ പറഞ്ഞ് കാണട്ടെ. TV വയ്ക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞെന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നാട്ടുകാർ മൊത്തം ചിരിക്കുകയായിരുന്നു.